നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. സോ നമുക്ക് മെയിൻലി നോക്കാനായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോൾ കീപ്പർ സിറ്റുവേഷൻ ഇപ്പം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുകയാണോ എന്നൊരു ക്വസ്റ്റ്യൻ. ഒനാന നിൽക്കണോ പോകണോ എന്നുള്ള കാര്യത്തിൽ ഇന്റേണലി ഡിസ്കഷൻസ് തുടങ്ങിയതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ആൻഡ്രേ ഒനാനയിൽ AS മൊണോക്കോയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ. സോ ആൻഡ്രേ ഒനാന ടു മൊണോക്കോ നടക്കുമെന്നോ സീരീസിൽ പ്രോഗ്രസ് ചെയ്യുന്നതല്ല, പക്ഷേ ഇന്റേണലി അവർ ഡിസ്കസ് ചെയ്ത് ഇൻട്രസ്റ്റ് കാണിക്കുന്നു. സോ മാൻ യുണൈറ്റഡ് ഒനാനെ കീപ്പ് ചെയ്യണോ സെല് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ ഡിസിഷൻ എടുത്തേക്കാമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എമി മാർട്ടിനസിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങോട്ട് ഓഫർ ചെയ്തതും. എമി മാർട്ടിനസിന്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെന്നും ആസ്റ്റൺ വില്ല ഡിമാൻഡ് ചെയ്യുന്നത് 40 മില്യൺ പൗണ്ട്സ് ആണെന്നുമാണ് കേൾക്കുന്നത്. ആസ്റ്റൺ വില്ല റീപ്ലേസ്മെന്റ് ആയിട്ട് ഷെവലിയറിനെ കാണുന്നതായിട്ടും വാർത്തകൾ വരുന്നത്. സോ ഇതിനൊക്കെ ഇടയിലാണ് ഈവൻ ദോ എമി മാർട്ടിനസിനെ അങ്ങോട്ട് ഓഫർ ചെയ്തു എങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുള്ളി കൺവിൻസ്ഡ് അല്ല എമി മാർട്ടിനസിൽ നിന്നാണ് കാര്യങ്ങൾ കേൾക്കുന്നത്. സോ എമി മാർട്ടിനസ് ആയിരിക്കത്തില്ല യുണൈറ്റഡിന്റെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഡിമാർസിയോയുടെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ അറ്റ്ലാന്റയുടെ 24 വയസ്സുകാരനായ ഇറ്റാലിയൻ ഗോൾ കീപ്പർ മാർക്കോ കർണഷ്കീനെ നോക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. സോ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അറ്റ്ലാന്റ ഇപ്പം പുതിയൊരു ഗോൾ കീപ്പറിന് വേണ്ടി മാർക്കറ്റിലുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. സോ നമുക്കറിയാം അറ്റ്ലാന്റയിൽ ഈ സീസൺ ഗ്യാസ്പ്രീനി പോയിരുന്നു. സോ ഗ്യാസ്പ്രീനി പോയതിനു ശേഷം അവിടെ പല പ്ലേയേഴ്സും പോകുകയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പം ബെലനോവ ക്ലബ്ബ് വിടാനായിട്ടുള്ള സാധ്യത കൂടി വരുന്നുണ്ട്. അവരുടെ അറ്റ്ലാന്റയുടെ എഡർസൺ പോകുമെന്ന് കേൾക്കുന്നുണ്ട്. റെറ്റൂഗിയിൽ ചില ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കേൾക്കുന്നുണ്ട്. ലുക്മാൻ പോവാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഇപ്പം ഗോൾ കീപ്പറായ മാർക്കോ കർണഷ്കീം പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാർക്കോ കർണഷ്കീനെയാണ് ഒനാനയുടെ റീപ്ലേസ്മെന്റ് ആയിട്ട് കാണുന്നതെന്നാണ് ഡിമാർസിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ എമി മാർട്ടിനസ് അല്ല ഫസ്റ്റ് ചോയ്സ് എന്നും. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? മാർക്കോ കർണഷ്കി ആണോ അതോ എമി മാർട്ടിനസ് വിൽ ബി ദ ബെറ്റർ ചോയ്സ്? കർണഷ്കിയുടെ കാര്യത്തിലൂടെ വരുമ്പോൾ 24 വയസ്സുകാരനാണ്. ഈസ് റിയലി ഗുഡ് ഓൺ ദ ബോൾ. ആളുടെ ഡിസ്ട്രിബ്യൂഷൻ മോശമല്ല. ചില സിറ്റുവേഷൻസിൽ എറേഴ്സ് വരുത്താറുണ്ട്. അറ്റ്ലാന്റയുടെ കളി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചില സിറ്റുവേഷൻസിൽ ആൾ എറേഴ്സ് വരുത്താറുണ്ട്. പക്ഷെ ഓൺ ദ ബോൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോൾ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു കീപ്പറാണ്. ബട്ട് അത്യാവശ്യം നല്ല സേവുകളൊക്കെ നടത്താറുണ്ട്. പക്ഷെ നമുക്ക് യങ് ഗോൾ കീപ്പറാണ്. 24 വയസ്സെന്ന് പറയുന്ന ഗോൾ കീപ്പേഴ്സിന് നമുക്കറിയാം ആ ഒരു സ്റ്റാർട്ടിംഗ് ടൈമാണ്. അവർ പ്രൈമറിലോട്ട് പോലും എത്തിക്കാണത്തില്ല. സോ ആ ഒരു ഏജിലോട്ട് കിടക്കുന്ന പ്ലെയർ ആണ്. സോ റിസ്ക് എടുക്കാൻ സൈനിങ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. റിയലി ഗുഡാണ്. ഇപ്പം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പല ക്ലബ്ബുകളും ഇറ്റലിയിലെ ബിഗ് ക്ലബ്സ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗോൾ കീപ്പറുമാണ്. സൊറച്ചി എങ്ങനെ പോകുന്നു? അവിടുന്ന് മറ്റ് അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ നിക്കോളാസ് ജാക്സന് വേണ്ടി UA ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് ഡിമാർസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നിക്കോളാസ് ജാക്സൺ ചെൽസി മൂവ് നടത്തിയതിനു ശേഷം ഇന്റഗ്രൽ പാർട്ടാണോ എന്ന് ചോദിച്ചാൽ ആണ്. കഴിഞ്ഞ സീസണിൽ നിക്കോളാസ് ജാക്സൺ റെഗുലർ സ്റ്റാർട്ടറാണ്. ആൾ പിച്ചിലുള്ളപ്പം ചേഞ്ചസ് കാണാറായിട്ടുമുണ്ട്. ഓവറോൾ ടീം പ്ലേ ഒക്കെ ബെറ്റർ ആണ്. പക്ഷെ ആളുടെ ക്ലിനിക്കൽ കാര്യത്തിൽ നമുക്കറിയാം ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല. ഓൾറെഡി ഡെലാപ്പ് വന്നിട്ടുണ്ട്. ഒരു സ്ട്രൈക്കറിനെയും കൂടെ നോക്കുന്നു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ നിക്കോളാസ് ജാക്സൺ ആയിരിക്കുമോ ചെൽസിയുടെ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ജെൽസിനെ ജാക്സൺ വിൽക്കുവോ ഇല്ലയോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയാം. യുവന്റസ് ഇൻട്രസ്റ്റഡ് ആണെന്നാണ് ഡിമാർസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രൈസ് ടാഗോ മറ്റോ ഒന്നും കാര്യങ്ങൾ കണ്ടില്ല. ബട്ട് യുവന്റസ് ആർ ആഫ്റ്ററിയും വ്ലാഹോവിച്ച് യുവന്റസ് വിടാനായിട്ടുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഒരാളും അങ്ങനെ സീരീസിൽ വന്നിട്ടില്ല. രണ്ട് പാർട്ടീസിനും ഇടയിൽ റിലേഷൻഷിപ്പ് ഇപ്പോൾ വളരെ മോശമാണ്. 2026 വ്ലാഹോവിച്ച് ഫ്രീ ഏജന്റുമാണ്. സോ ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അവിടെ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ലൂക്കാസ് ഡീഗ്നയായിട്ട് ടോക്സ് നടത്തിയെന്നും പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്തെന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആസ്റ്റൺ വില്ലയുടെ ഫ്രണ്ടിൽ 8 മില്യൺ പൗണ്ടിന്റെ ഒരു ഒഫീഷ്യൽ ഓഫർ ഉടനെ അത്ലറ്റിക്കോ വിടുമെന്നാണ് കേൾക്കുന്നത്. റോബർട്ട്സൺ ആയിരുന്നു അത്ലറ്റിക്കോയുടെ പ്രൈമറി ടാർഗറ്റ്സിൽ വന്ന്. ബട്ട് റോബർട്ട്സനെ 8 മില്യൺ ടു 10 മില്യൺ പൗണ്ട്സിനകത്ത് ഡൺ ആവും എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നില്ല. അതിന് മേളിൽ ലിവർപൂൾ ഡിമാൻഡ് ചെയ്യുമെന്ന് കേൾക്കുന്നു. സോ അത്ലറ്റിക്കോ 10 മില്യൺ പൗണ്ട്സിന് മുകളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പ്ലാൻ ഇല്ലെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ആദ്യമേ നമ്മൾ കണ്ടത് തിയോ ഹെർണാണ്ടസുമായിട്ടുള്ള ലിങ്ക്സ് ആയിരുന്നു. പിന്നെ റോബർട്ട്സണായി ഇപ്പൊ ലൂക്കാസ് ഡീഗിനെയാണ് എന്ന് കേൾക്കുന്നു. സോ അവിടെ അടുത്ത അപ്ഡേറ്റോട്ട് പോകാനായിട്ടാണ് ന്യൂനോ എസ്പെറിറ്റോ സാന്റോസ് 3 ഇയർ കൂടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് 2028 വരെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റുമായിട്ട് കോൺട്രാക്ട് റിന്യൂ ചെയ്തിട്ടുണ്ട്. ജേഡൻ സാൻജോയുടെ മേൽ യുവന്റസും ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ഇറ്റലിയിൽ നിന്നും സീരിയസ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബയൺ മ്യൂണിക്കിന്റെ കാര്യം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബയൺ മ്യൂണിക്ക് നമുക്കറിയാം നിക്കോ വില്യംസ് ആയിരുന്നു അവരുടെ പ്രൈമറി ടാർഗറ്റ്. കഴിഞ്ഞ ദിവസം ബയൺ മ്യൂണിക്കിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആണെങ്കിൽ ക്ലബ് വേൾഡ് കപ്പ് വിടുകയും നിക്കോ വില്യംസ് ഇതിൽ പോസിബിൾ ആണോ എന്ന് അറിയാനായിട്ട് ഒരു ശ്രമവും കൂടെ നടത്തുന്നതായിട്ട് വാർത്തകൾ വന്നിരുന്നു. പിന്നീട് കേട്ടിരുന്നു അവർ മിറ്റോമ അതുപോലെ തന്നെ ഗ്യാക്പോ ഡീലിൽ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ. പക്ഷേ ആസ്കിംഗ് പ്രൈസ് ബിറ്റ് ഹൈ ആണെന്നുള്ള രീതിയിൽ കേൾക്കുന്നു. അനിപ്പം റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ബയൺ മ്യൂണിക്ക് ഗിറ്റൻസിന് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. മാക്സബേൾ ആണെങ്കിൽ ഡയറക്ട്ലി പ്ലെയറിന്റെ എന്താ പറയുക ഏജൻസും പ്ലെയറുമായിട്ടും ടോക്സ് നടത്തി എന്നുള്ള രീതിയിൽ
റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ബയൺ മ്യൂണിക് സീരിയസ്ലി നീക്കുവാണ്. ബയൺ മ്യൂണിക് ഗിറ്റൻസ് ഡീൽ ചെൽസിയുടെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. ചെൽസി 7 വർഷത്തെ ഒരു പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്ത് നിൽക്കുകയാണ് ഗിറ്റൻസ് വരാൻ. ഗിറ്റൻസും മറ്റ് പല ക്ലബ്ബുകളുടെയും ഓഫേഴ്സ് ചെൽസിക്ക് വേണ്ടി നിരസിച്ചു എന്നും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ മാക്സ് എബേൾ ഡയറക്റ്റ്ലി ഇറങ്ങി കളിക്കുകയാണ്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ നാപ്പോളി ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം റിപ്പോർട്ട് വന്നിരുന്നു. അവരുടെ പ്രൈമറി ടാർഗറ്റിലൊന്ന് ഡാർവിൻ ന്യൂനസ് തന്നെയാണ് സെൻട്രൽ ഫോർവേഡ് റോളിലോട്ട്. പക്ഷേ ഇപ്പം ഡാർവിൻ ന്യൂനസ് ഡീൽ കോസ്റ്റ്ലി ആവുകയാണ് എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വരുവാണ്. പ്രൈസ് 2 പാർട്ടീസും തമ്മിൽ അഗ്രി ചെയ്യുന്നതിന് ഇഷ്യൂ ആയിട്ട് കേൾക്കുന്നു. 37 മില്യൺ പൗണ്ട്സ് ആണ് നാപ്പോളിയുടെ ഫൈനൽ ഓഫർ എന്ന് കേൾക്കുന്നു. ലിവർപൂള് അതിന് മേളിൽ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ നാപ്പോളി ആണെങ്കിൽ ഒഫീഷ്യലി റാസ്മസ് ഹോയ്ലൻഡ് റേസിൽ എൻ്റർ ആയെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റാസ്മസ് ഹോയ്ലൻഡിനെ റൈറ്റ് പ്രൈസിന് യുണൈറ്റഡ് വിൽക്കും എന്നുള്ള രീതി വാർത്തകൾ വരുന്നുണ്ട്. ഇന്റർ മിലാൻ ഓൾറെഡി താരത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നാപ്പോളിയും ഒഫീഷ്യലി ഈ റേസിൽ എൻ്റർ ആയതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ആർസണലിന്റെ ട്രാൻസ്ഫർ വിൻഡോ അധികം പോസിറ്റീവായിട്ടല്ല ഇപ്പം നീങ്ങുന്നത്. സുബിമെന്റെ ഡീൽ മാത്രമേ അവർ കൺഫേം ആക്കിയിട്ടുള്ളൂ. ലൂയിസ് കെല്ലിയുടെ കോൺട്രാക്ട് അവർ റിന്യൂ ചെയ്തു. തോമസ് പാർട്ടി ക്ലബ്ബ് വിടാനായിട്ടുള്ള സാധ്യതയാണ് ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നത് ഫ്രീ ഏജന്റ് ആയിട്ട്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവരിപ്പം സെസ്കോ ഗ്യോക്കറസുമായിട്ട് ടോക്സ് നടത്തുവാണ്. പക്ഷെ ആ ഡീൽ ഇതുവരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. സോ ഈ ഒരു സിറ്റുവേഷനിൽ അവരിപ്പം ബ്രെൻഫോർഡിന്റെ മിഡ്ഫീൽഡറായ ക്രിസ്ത്യൻ നോഗാർഡിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ മിററൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആർസണൽ ഇന്റേണലി വരും ദിവസങ്ങളിൽ മേ ബി ബ്രെൻഫോർഡുമായിട്ടും നോഗാർഡിന് വേണ്ടി ടോക്സ് നടത്തിയേക്കാമെന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ചെൽസി മൈക്ക് മാഗ്നാൻ ഡീലിൽ നിന്ന് ഒഫീഷ്യലി ഓഫ് ആയെന്ന് ഫാബ്രിസ് റഹ്മാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പുള്ളിയുടെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ചെൽസി ക്ലബ് വേൾഡ് കപ്പിന് ശേഷവും മൈക്ക് മാഗ്നാൻ ഡീലിലോട്ട് ഇനി എൻ്റർ ആവത്തില്ല. ചെൽസി മെറ്റ് ഗോൾ കീപ്പർ ടാർഗറ്റ്സിലോട്ട് പോയേക്കാം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അവിടെ അടുത്ത അപ്ഡേറ്റ് ആണെങ്കിൽ പലീനയുടെ കാര്യത്തിലാണ്. നമുക്കറിയാം 48 മില്യൺ പൗണ്ട്സിന്റെ ഒരു മൂവ് ഫുള്ളാമിൽ നിന്ന് പലീന ബയൺ മ്യൂണിക്കിലോട്ട് നടത്തിയിരുന്നു. അതൊരു 1.5 സാഗയെന്ന് കുറേ നാൾ നീണ്ടുന്ന അവസാനം നടന്നു. പക്ഷേ അവിടെ പോയതിനു ശേഷം ആളെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഗെയിം ടൈം പോലും അവിടെ കിട്ടിയിട്ടില്ല. വിൻസൻ കമ്പനിയുടെ സ്റ്റാർട്ടിങ്ങിലോട്ട് പുള്ളിക്ക് റോളും ഇല്ല. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആൾ തിരിച്ച് ഫുള്ളാമിലോട്ട് വരാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നതായിട്ട് വാർത്തകൾ കേൾക്കുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മറ്റൊരു കാര്യം പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ റാഷ്ഫോർഡിന്റെ കാര്യത്തിലാണ്. സോ മാഡ്രിഡ് ബേസ്ഡ് മീഡിയാസിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ റാഷ്ഫോർഡ് റയൽ മാഡ്രിഡിന് അങ്ങോട്ട് തന്നെ ഓഫർ ചെയ്തെന്നും റയൽ അത് റിജക്ട് ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. റാഷ്ഫോർഡിന്റെ നെക്സ്റ്റ് പ്രയോറിറ്റി ലലീഗയിൽ ഒന്നെങ്കിൽ റയൽ ബാർസയിൽ കളിക്കാനാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ പുള്ളി ഇപ്പം ട്രെയിൻ ചെയ്യുന്നത് സ്പെയിനിലാണ്. സോ ബാർസലോണ ഡീൽ എൻ്റർ ആവും എന്നുള്ളൊരു ഹോപ്പിൽ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആളിൽ മറ്റ് പല ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ആള് സ്പാനിഷ് ക്ലബ്ബുകൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്ന് കേൾക്കുന്നു. സോ ഈ ഒരു സിറ്റുവേഷനിൽ ബാർസലോണ നിക്കോ വില്യംസ് ഡീൽ ഇപ്പം പ്രയോറിറ്റി കൊടുക്കുന്ന സാഹചര്യത്തിൽ പുള്ളി റയൽ മാഡ്രിഡിൽ ഇൻട്രസ്റ്റ് കാണിച്ചു. പക്ഷേ റയൽ മാഡ്രിഡ് ഇപ്പം റാഷ്ഫോർഡ് പ്രൊഫൈൽ നോക്കുന്നില്ല എന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ യുണൈറ്റഡിന്റെ ഡയറക്ടർ ഓഫ് അക്കാഡമിയായ നിക് റോക്സ് തന്റെ സ്ഥാനം ഒഴിയുകയാണ്. ആള് ടെക്നിക്കൽ ഡയറക്ടറായിട്ട് എവർട്ടണിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ അടുത്തായിട്ട് ഒരു സാൻഡി കസോളയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. 2022-23 സീസണിലാണെന്ന് തോന്നുന്നു സാൻഡി കസോള തന്റെ ചൈൽഡ്ഹുഡ് ക്ലബ്ബായ റയൽ ഒവീഡിയോ എന്ന് പറയുന്ന ക്ലബിലോട്ട് പോയത്. ലലീഗയിലെ സെക്കൻഡ് ഡിവിഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ക്ലബ്ബ്. സോ 41-ാം വയസ്സിലെ ആളുടെ മികവിൽ ആൾ തീവല്ല നന്നായിട്ട് കളിച്ചു. സെക്കൻഡ് ഡിവിഷനിൽ നിന്ന് ഇപ്പം ലലീഗയിലോട്ട് റയൽ ഒവീഡിയോ പ്രൊമോഷൻ നേടിയിരിക്കുകയാണ്. 2001 ശേഷം ആദ്യമായിട്ടാണ് അവർ ഇനി ഫസ്റ്റ് ഡിവിഷൻ കളിക്കാനായിട്ട് പോവുക. സോ സാൻഡി കസോളയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ആൾക്ക് ആ സീരിയസ് ഇഞ്ചുറി വന്നതിന് ശേഷം ആളിനി മര്യാദയ്ക്ക് എണ്ണീറ്റ് നടന്നാൽ തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞത്, അതായത് പ്രോപ്പറായിട്ട് നടക്കാൻ തന്നെ ഭാഗ്യം എന്ന് പറഞ്ഞതാണ് ഡോക്ടേഴ്സ്. അവിടെ നിന്നാണ് ആളിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്ലബിന് വേണ്ടി. ആൾ ഫ്രീ ആയിട്ട് കളിക്കാനാണ് ആ ക്ലബ്ബിൽ വന്നത്. പക്ഷേ ലലീഗയുടെ റൂൾ പ്രകാരം അത് പറ്റാത്തതുകൊണ്ട് ഏറ്റവും മിനിമം വേജസിലാണ് ആൾ അവിടെ കളിക്കുന്നത്. സോ ഇപ്പം തന്നെ ചൈൽഡ്ഹുഡ് ക്ലബിനെ 2001 24 വർഷത്തിന് ശേഷം ലലീഗയിലോട്ട് ആൾ പ്രൊമോഷൻ നേടിക്കൊടുത്തിരിക്കുകയാണ്. സോ പറയാതിരിക്കാൻ നെക്സ്റ്റ് സീസൺ സാൻഡി കസോളനെ ആള് കളി തുടരുവാണെങ്കിൽ വി വിൽ സീ ഹിം ഇൻ ലലീഗ. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. സോ ഇതൊക്കെയാണ് ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും മറ്റുമൊക്കെ. നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളത്? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ ബൈ.